റെസിപ്പിയുമായിട്ട്. അപ്പോൾ ഞാനിന്ന് നേരെ നമ്മുടെ റെസിപ്പി എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഞാൻ ഒരുപാട് വർത്താനം പറഞ്ഞ് സമയം കളയുന്നത് വെച്ചാൽ പലരും കമൻറ്റ് പറയാൻ തുടങ്ങി എൻ്റെ വർത്താനമോ കുറച്ച് കൂടുതലാണെന്ന്. അപ്പോൾ നമ്മുടെ റെസിപ്പി എന്താണെന്ന് ഇന്ന് പറയാം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു വെജിറ്റേറിയൻ അല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നും കൂടെ നമുക്കൊരു വെജിറ്റേറിയൻ ഡിഷ് തന്നെ ആവട്ടെ. നോൺ വെജ് നമുക്ക് ചെയ്യാം കേട്ടോ. നോൺ വെജ് ഇനി ഉടനെ തന്നെ വരുന്നുണ്ട്. എന്താണ് ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഉള്ളിത്തണ്ട് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഉള്ളിത്തണ്ട് മസാലയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ ഉള്ളിത്തണ്ട് മസാല. അത് നമ്മുടെ ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെയും പോകുന്ന ഒരു സംഭവമാണത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ നമ്മുടെ കുക്കിങ്ങിലേക്ക് തന്നെ പോകാം. അതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സപ്പോർട്ടൊക്കെ എനിക്ക് വളരെ കുറവാണ്, അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അഭിപ്രായങ്ങൾ അത് എന്തായിക്കോട്ടെ, നെഗറ്റീവ് ഓർ പോസിറ്റീവ്, എനിക്ക് നോ പ്രോബ്ലം, നിങ്ങളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിത്തണ്ട് മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം എന്താ ഉള്ളിത്തണ്ട്, ഇത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ്, തീരെ ചെറുതാകരുത്. ഇതാ ഈ ഒരു വലിപ്പത്തിൽ വേണം ഇത് അരിഞ്ഞെടുക്കാം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ഒരു സവാള, ഒരു മീഡിയം വലിപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട്, തീരെ ചെറുതല്ല എന്നാലും ചെറുതായിട്ട് അരിഞ്ഞത് അത് വേണം. പിന്നെ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം, അതും ചെറുതായിട്ട് അരിഞ്ഞത് അത് വേണം. ഓക്കെ, പിന്നെ 2 പച്ചമുളക്, അതും ചെറുതായി അരിഞ്ഞത്. പിന്നെ വേണ്ടത് കറിവേപ്പില അറിയാലോ, നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക. എത്ര, ഞാനിപ്പോൾ 2 തണ്ട് എടുത്തു. വേണ്ട പൊടികൾ ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുക. പിന്നെ ഇതാ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മതി കേട്ടോ. പിന്നെ ഇതാ മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഗരം മസാലയും കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഇതാ താളിക്കാനായിട്ട് കടുക് വേണം. പിന്നെ ഒരു നുള്ളു ജീരകം വേണം. ഇത് ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്, സൺഫ്ലവർ ഓയിലിൽ ചെയ്താലും കുഴപ്പമില്ല. എനിക്ക് പക്ഷേ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നു. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടുക. ഉപ്പ് കുറവ് വേണ്ടവർക്ക് കുറവിടുക, കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-2.5 സ്പൂൺ കാണുമായിരിക്കും, 2-2.5 ടേബിൾ സ്പൂൺ കാണുമായിരിക്കും കേട്ടോ. അതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ അല്ല കേട്ടോ, ഒരു കുഞ്ഞ് സ്പൂണല്ലേ, 1.5 ടീസ്പൂൺ കടുകിടുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു ഇത്തിരി ജീരകം കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതാ കടുകൊക്കെ പൊട്ടി നമുക്കിനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നല്ലതുപോലെ വഴറ്റുക. നല്ലതുപോലെ ഒന്ന് വഴന്ന് നല്ല സോഫ്റ്റായിട്ട് മാറണം കേട്ടോ. പിന്നെ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാം. ആ സവാളയൊന്ന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പിടാം. ഓക്കെ, നമുക്കിത് ഇളക്കി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ഇത് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മഞ്ഞൾപ്പൊടി പറഞ്ഞല്ലോ നേരത്തെ, മെഷർമെൻറ്റ് സ്പൂണാണ്, 1/2 ടീസ്പൂൺ. ഓക്കെ, ഇതാ മല്ലിപ്പൊടി 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതാ പച്ചമുളക് ഞാൻ സവാളയുടെ കൂടെ ഇടേണ്ടതായിരുന്നു, അത് മറന്നുപോയി കേട്ടോ. അപ്പോൾ പച്ചമുളകും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ഇനിതാ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഇത് അതിലേക്ക് നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ചിത് വേവിക്കുക. ഓക്കെ, ഇത് എത്ര ഉരുളക്കിഴങ്ങ് വേവാനുള്ള സമയം എല്ലാവർക്കും അറിയാമല്ലോ, ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് വേവാനായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ കിഴങ്ങ് വെന്തിട്ടുണ്ട്, ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക, നല്ലപോലെ ഇളക്കുക. നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പിലയും കൂടെ. നന്നായിട്ട് ഇളക്കി നന്നായിട്ടത് മിക്സ് ചെയ്യണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഉള്ളിത്തണ്ടിന് ഒരുപാട് വേവില്ല കേട്ടോ, അതാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് 3/4 ഭാഗത്തോളം വെന്തിട്ട് ചേർത്തത്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിതാ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് മതിയാവും ഇത് വേവാൻ കേട്ടോ, അധികം വേവില്ലാത്ത സാധനമല്ലേ. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അല്ലേ. ആഹാ, നല്ലതായിട്ട് വെള്ളമെല്ലാം വറ്റി നല്ല റെഡിയായിട്ടുണ്ട്. ഇതിനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് നേരം കൂടി ഇതിൻ്റെ ഉള്ള വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞ് കുറച്ച് നേരം ഒരു ചെറുതായിട്ടൊരു ഇച്ചിരി ഡ്രൈ ആക്കി നമുക്ക് എടുക്കാം. അതായിരിക്കും കഴിക്കാനൊന്ന് നല്ല ടേസ്റ്റ്. കുറച്ച് നേരം കൂടി ഇങ്ങനെ നിരത്തി ഒന്നിട്ടിട്ട് ഇത് വെള്ളം ഒന്ന് അതിൻ്റെ വെള്ളമയം എല്ലാം പോയി ഒന്ന് ചെറിയൊരു ഡ്രൈ ആക്കി എടുക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഇതിൻ്റെ വെള്ളമയമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്കൊരു ഇച്ചിരി നേരം ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇളക്കിയാൽ ബാക്കി എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പൊയ്ക്കോളൂ. അപ്പോൾ ഇതാ ഇത് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇത് നേരം ഇളക്കണ്ട കേട്ടോ, കുറച്ച് നേരം ഒന്ന് ഇളക്കിയാൽ മതി, വെള്ളമയമൊക്കെ പോയി. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിത്തണ്ട് മസാല റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റായിട്ടോ, നല്ല ടേസ്റ്റായത് ചപ്പാത്തിക്ക് ചോറിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ ഉള്ളിത്തണ്ട് മസാല, നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഉള്ളിത്തണ്ട് മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്, വെരി ടേസ്റ്റിയാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും കാണാം. ബൈ.